നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. എല്ലാ കുട്ടികളും അവരുടെ റിസൾട്ട് അറിഞ്ഞു. കുറെ പേർക്കൊക്കെ സന്തോഷം, കുറെ പേർക്കൊക്കെ വിഷമമുണ്ട്. അതൊക്കെ എല്ലാ വർഷങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഓർത്ത് മീൻസ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലായ കുട്ടികൾ, അതിനെ ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊന്നും നമുക്കിനി അങ്ങനെ വിഷമിക്കുക എന്നുള്ളതല്ല വേണ്ടത്. നമ്മൾ അതിനെതിരെ മീൻസ് ഇങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കാനുള്ളതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക. അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ എടുക്കുകയോ വേണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് ഇത് എഴുതാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു കോഴ്സ് ഇതിനിടയ്ക്ക് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ +2 പോയ സബ്ജക്ട് പഠിക്കുകയും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണണം. ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളാണ് ക്ലിയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ആ നേരത്തെ വീഡിയോ കയറി കണ്ടാൽ നിങ്ങൾക്ക് എഴുതുന്നതിനെ കുറിച്ച് 1 എഴുതിയാൽ മതിയോ 2 എഴുതണോ, പിന്നെ ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുണ്ട്. എല്ലാവരും ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ഇന്ന് കയറി കണ്ടേക്കണം. ഓക്കെ, ഞാൻ നോക്കട്ടെ. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം, നിങ്ങൾക്കൊന്ന് കയറി കാണാം. അപ്പൊ ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് അടയ്ക്കുന്നതിനെ കുറിച്ചാണ്. ഏതാ? റീവാലുവേഷനും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. കാരണം ചിലർ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഒത്തിരി കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ തള്ളിക്കളയേണ്ട. ഉള്ളത് നോക്കിക്കൊണ്ട് ചിലപ്പോൾ പാസ്സായാലോ, അങ്ങനെ കുറെ കുട്ടികളൊക്കെ പാസ്സാവും. അപ്പൊ അതിനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് റീവാലുവേഷനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് ഞാൻ കേട്ടാൽ 22/7. ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നോക്കണ്ട, അതിനോട് തീർക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ കയ്യിലാണ് സമർപ്പിക്കേണ്ടത്. റീവാലുവേഷൻ ഇത്തിരി കൂടുതലാണ്, മാർക്ക് 500 രൂപയാണ്. അത് റീവാലുവേഷൻ ചെയ്യേണ്ട സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് കേൾക്കണം. ഈ ഡബിൾ വാല്യുവേഷൻ ഇല്ലാത്ത സബ്ജക്ട്സേ പറ്റുള്ളൂ. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് 3നും റീവാലുവേഷനും ഇല്ല, സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന ഇല്ല. അതിന് ഫോട്ടോ കോപ്പി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ 3 സബ്ജക്റ്റിന്. മറ്റുള്ളതിനെല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലേത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, 500 രൂപയാണ് നമ്മുടെ റീവാലുവേഷന് ഒരു പേപ്പറിന്. സ്ക്രൂട്ടിനിക്ക് 100 രൂപയുള്ളൂ. ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു തരുന്നതിന് 300 രൂപയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് ഇത്രയൊക്കെ വിലയുണ്ടോ? ഇല്ലയോ? ഇതിന് ഇച്ചിരി വിലയുള്ളതാണ്. കാരണം അത് അയച്ചത് നിങ്ങളിലേക്ക് എത്തി, നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയാണ് കേട്ടോ. ഒരിക്കലും പിന്നെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഫോം അവിടെയുണ്ട്, ഫോം അവിടെ ചെന്ന് പൈസയൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവരിതെല്ലാം ചെയ്തോളും. സ്കൂൾ പ്രിൻസിപ്പൽമാർ, അതായത് സ്കൂൾ പ്രിൻസിപ്പൽമാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കൊണ്ടുവന്ന് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം സ്കൂൾ വഴി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ എല്ലാ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാം പറഞ്ഞു തരും, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ ഒരു 1 ഇയർ നിങ്ങൾക്ക് ചെറിയൊരു കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മളിടും. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ അതിനൊന്ന് തിരഞ്ഞെടുത്ത് അത് പഠിക്കുന്നതിനോടൊപ്പം അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് എന്റെ കൂടെ പഠിക്കുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും അതൊന്ന് കയറി കാണുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജ് ഇട്ടുണ്ട്, കോളുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇതിനിടയ്ക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികളെ ഇപ്പം എന്നെ ചീത്ത വിളിച്ച് കാണും, ഈ എന്താണ് ഇത്ര നേരം വിളിക്കുക. ചിലപ്പോൾ പേരൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. ക്ലാസ്സുകളായി ഇന്നെല്ലാം അവധിയൊക്കെ ഉള്ളത് ഫുൾ ക്ലാസ് ആയിരുന്നുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്നതെല്ലാം തിരിച്ച് കോൾ ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. മാക്സിമം ഞാനതെല്ലാം തിരിച്ച് വിളിക്കും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ജയിപ്പിക്കുക എന്നുള്ളത്, നമ്മൾ എപ്പോഴും ക്ലാസ്സുകൾ ഒത്തിരി കുട്ടികളെ കൊടുത്ത് ജയിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് പോയതെന്നുള്ളത് പറയുക. അതിനുള്ള കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളുണ്ട്. 1 സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിന് ഇത്രയുമേ ഉള്ളൂ 1 ഇയർ. നിങ്ങൾ അടുത്ത വർഷത്തേക്ക് എഴുതാൻ വേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും കേട്ടോ. ആ രീതിക്കുള്ള ക്ലാസ് കിട്ടും, അതിനുള്ള നോട്ട്സ് കിട്ടും, നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടി. 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് പോയത് അതിന്റെ ഡബിൾ പാസോടുകൂടി നല്ല ഇരട്ട തിളക്കത്തോടുകൂടി ജയിച്ച് തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. അതെല്ലാം കഴിയും. ഒരു 1 ഇയർ നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആ വിഷമവും മാറി കിട്ടും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്നിനെ കുറിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കില്ല. വിഷമമൊക്കെ ഉണ്ടാവണം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നിർത്തിയിട്ട് വീട്ടുകാരെയും കൂടെ വിഷമിപ്പിക്കാതെ നിങ്ങൾ തന്നെ പറയണം, വീട്ടിൽ ഞാൻ പഠിച്ച് ജയിച്ചോളാം അമ്മേ അല്ലെങ്കിൽ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർക്ക് ഒരു സമാധാനം കൊടുത്ത് ഒരു ധൈര്യം കൊടുത്ത് നിങ്ങൾ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടത്, മീൻസ് പഠിക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ ഒരു ഫെയിൽ ആയവർക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ മൊമെന്റിൽ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ, ഒരു ഭയങ്കര ആവേശം പഠിക്കണമെന്ന്, അത് 1 വർഷം തന്നെ നിർത്തണം കേട്ടോ. പലർക്കും ഇപ്പൊ തോന്നുന്ന ഒരു ആവേശം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും, പോകും, കെട്ടടങ്ങും,
പിന്നെ പഴയ പോലെ ആവും. അങ്ങനെ ഒരിക്കലും ആവരുത് കേട്ടോ. ഇപ്പൊ വീട്ടുകാർക്ക് നിങ്ങൾ സമാധാനം കൊടുത്ത് നിങ്ങൾ പഠിച്ചോളാം, ഇനി എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തോണ്ട് വീട്ടുകാർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ മുന്നിട്ടിറങ്ങുക. ഇതൊന്നും കാര്യം തീരുന്നില്ല, എല്ലാം മുന്നോട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.